പോലീസിന്റെ ലാത്തി കൊണ്ട് ആശുപത്രി കിടക്കയിൽ കിടക്കേണ്ടി വന്ന മേഘ രഞ്ജിത്ത്. ആലപ്പുഴയിൽ കളക്ടറേറ്റ് മാർച്ചിനിടെ ഉണ്ടായ ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് മേഘ രഞ്ജിത്ത് ഇപ്പോഴും ആശുപത്രി കിടക്കയിലാണ്. 2 മാസത്തെ പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 25 ലക്ഷം രൂപ വായ്പയെടുത്ത് മേഘ തുടങ്ങിയ പുതിയ സംരംഭത്തിന്റെ പ്രവർത്തനം പോലും പ്രതിസന്ധിയിലായ അവസ്ഥയാണ്. അടികെട്ടിയതും മാത്രമേ ഓർമ്മയുള്ളൂ. വേദന വന്ന് ശ്വാസമെടുക്കാൻ കഴിയാതെയായി ബോധം പോയി. തലയിലാരോ അടിക്കുന്നത് പോലെയുള്ള വേദനയാണ്. ഇതാണ് മേഘ പറയുന്നത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മേഘ രഞ്ജിത്ത്. ലാത്തി കൊണ്ടുള്ള അടിയിൽ കഴുത്തിലെ അസ്ഥികൾ തെന്നിമാറി, ഞരമ്പിന് ക്ഷതമേറ്റു. നിവർന്നിരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. അമ്മയെ കാത്ത് വീട്ടിലിരിക്കുന്ന 5ാം ക്ലാസ്സുകാരി മകളെ ഓർക്കുമ്പോൾ സങ്കടം കൂടും. അമ്മ അടുത്തില്ലാത്തത് കൊണ്ട് പഠിക്കാൻ കഴിയുന്നില്ലെന്ന് അവൾ പറയുന്നേ. മിസ് ഇന്നലെ വിളിച്ചപ്പോൾ ഇനി പാർവണ മുടി 2ആയി പിന്നിക്കെട്ടണ്ട, പറ്റും പോലെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ജീവിതമാർഗമായി കായംകുളത്ത് ഒരു ബ്യൂട്ടി സലൂൺ തുടങ്ങിയിരുന്നു. വായ്പെടുത്തു തുടങ്ങിയ സംരംഭം കിടപ്പിലായതോടെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല. ഡോക്ടർമാർ പറഞ്ഞത് ഇനി ഒരിക്കലും വണ്ടി ഓടിക്കരുത് എന്നാണ്. കൈക്ക് ബലക്കുറവുണ്ട്. ലോൺ എടുത്ത് സ്ഥാപനം തുടങ്ങിയിട്ട് 10 മാസമേ ആയുള്ളൂ. അവിടുത്തെ ജോലികളെല്ലാം എൻ്റെ കൈക്കൊണ്ട് ചെയ്യേണ്ടതാണ്. എൻ്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാത്ത അവസ്ഥയാണ്. കഴുത്തിലെ പരിക്ക് മാറാൻ മാസങ്ങളോളം എടുക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മേഘ രഞ്ജിത്ത് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് മേഘ രഞ്ജിത്ത്.